റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ദേശീയപാതയോരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരായ സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ വിയോജിപ്പ് അറിയിക്കാൻ കേരളം. അതീവ ഗൌരവതരമായ വിഷയമെന്ന് മന്ത്രി പി.കെ. ബഷീർ. ഉത്തരവ് നടപ്പിലായാൽ ദേശീയപാതയ്ക്കടുത്ത് ആർക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാകും. നാളെ മുഖ്യമന്ത്രിയുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. അതിഗൗരവമാണത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ആർക്കും ചുറ്റുപാടിൽ ജീവിക്കാൻ കഴിയില്ല, അത്തരം സ്ഥലങ്ങൾ ഏറ്റെടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് ഒരു ദുരന്തം വടക്കേന്ത്യൻ ഭാഗങ്ങളിൽ ഉണ്ടായപ്പോൾ അതിന് സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തതാണെന്നാണ് മനസ്സിലാകുന്നത്. അതിലെ വിശദവിവരത്തിന് വേണ്ടി ബന്ധപ്പെട്ട് നമ്മൾ സുപ്രീം കോടതിയിലെ അഭിഭാഷകരുമായി ബന്ധപ്പെടുന്നുണ്ട്. നാളെ CM-ഉമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കേരളം അതിനെ ശക്തമായിട്ട് നമ്മുടെ വിയോജിപ്പ് സുപ്രീം കോടതിയിൽ അറിയിക്കും. നമ്മുടെ സുപ്രീം കോടതിയിൽ ആര് കക്ഷി ചേരണം, NH മുഖാന്തരം പോകണോ, സംസ്ഥാന സർക്കാർ നേരിട്ട് പോകണോ, എല്ലാ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നാളെ ചർച്ച ചെയ്യും. അതേസമയം ദേശീയപാതയിലെ ഭൂവിനിയോഗ നിയന്ത്രണത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലീസ് നടപ്പിലാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി സുപ്രീം കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കി സത്യവാങ്മൂലം നൽകി. മുബഷീർ പി. അക്ബറും ശ്യാം ദേവരാജും വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം മുബഷീറിലേക്കാണ്. മുബഷീർ, പി.കെ. ബഷീർ ഉന്നയിക്കുന്ന വിഷയം ഗൌരവതരമാണ്. നമുക്കറിയാം, നമുക്ക് ദേശീയപാത നിർമ്മാണം പോലും പതിറ്റാണ്ടുകൾ നടക്കാതിരുന്നതിന്റെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഒന്നോ രണ്ടോ കാര്യമെന്ന് പറയുന്നത്, ഒന്ന് ജനനിബിഡതയാണ്. ഇവിടെ ദേശീയപാതയ്ക്ക് ഈ പറയുന്ന വലിപ്പത്തിൽ സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു ഹിമാലയൻ ടാസ്ക് ആയിരുന്നു. രണ്ടാമത്തേത് ആളുകളുടെ സ്ഥലം ഏറ്റെടുക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്, സ്ഥല വിലയടക്കമുള്ള പ്രതിസന്ധികൾ. ഇതൊക്കെ പരിഹരിച്ചതിന് ശേഷമാണ് ഇനി നിർമ്മാണ നിരോധനം അടക്കമുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ഒന്ന് വലിയ ജനകീയ പ്രതിഷേധമുണ്ടാകും, രണ്ട് വലിയ തരത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. അതിനടുത്തുള്ള ഭൂവില നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ അല്ലെങ്കിൽ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുന്നതിന് അപ്പുറത്തായിരിക്കും. ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുമെന്നാണ്? വലിയ അനിശ്ചിതത്വം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ വിയോജിപ്പറിയിക്കാൻ സംസ്ഥാനം തയ്യാറെടുക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി.കെ. ബഷീർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു സുപ്രീം കോടതിയിൽ നിന്നും ദേശീയപാതയോരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രധാനപ്പെട്ട ഒരു ഇടക്കാല ഉത്തരവുണ്ടായിരുന്നത്. റോഡിന്റെ, അതായത് ദേശീയപാത കടന്നു പോകുന്ന മധ്യഭാഗത്ത് നിന്ന് ഇരുവശത്തേക്ക് 40 മീറ്ററിനുള്ളിൽ വീടിനും 75 മീറ്ററിനുള്ളിൽ വാണിജ്യ സ്ഥാപനങ്ങൾക്കും നിർമ്മാണ അനുമതിയില്ല എന്നുള്ളതായിരുന്നു സുപ്രീം കോടതി പറഞ്ഞിരുന്നത്. നമുക്കറിയാം, വടക്കൻ കേരളത്തിൽ മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ദേശീയപാതയുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾക്ക് സുപ്രീം കോടതിയുടെ ഈ പുതിയ ഉത്തരവ് കാരണമാകുമെന്നുള്ളത് തീർച്ചയാണ്. ഇപ്പോൾ തന്നെ വലിയ പ്രതിഷേധങ്ങളുമായി ആക്ഷൻ കമ്മിറ്റികൾ തയ്യാറെടുത്തു കഴിഞ്ഞു. വിശേഷം സ്ഥലമേറ്റെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിഷേധ സമരങ്ങൾ നമ്മൾ കണ്ടതായിരുന്നു. ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള തുക ലഭിച്ചതിനു ശേഷമായിരുന്നു ജനങ്ങൾ അതിൽ നിന്നും പിന്നോട്ട് പോയിരുന്നത്. വലിയ വികസന വിഷയമാണ്, അത് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതായിരുന്നു പ്രദേശവാസികളൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. പുതിയ ഉത്തരവ് സുപ്രീം കോടതിയിൽ ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് പറഞ്ഞിരിക്കുന്നത്. പൊതുമരാമത്ത് മന്ത്രി പി.കെ. ബഷീറിന്റെ ആദ്യത്തെ പ്രതികരണമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ തന്നെ കേരളം ഇക്കാര്യത്തിൽ വിയോജിപ്പ് അറിയിക്കും. അത് ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ടാണോ അല്ലാതെ മറ്റാരെങ്കിലും കക്ഷി ചേർന്നുകൊണ്ടാണോ സുപ്രീം കോടതിയിൽ വിയോജിപ്പ് അറിയിക്കേണ്ടതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി കൂടിയാലോചന നടത്തിയതിനു ശേഷം തീരുമാനിക്കുമെന്നുള്ളതാണ് പി.കെ. ബഷീർ പറയുന്നത്. ഈ പാതയോരത്ത് താമസിക്കുന്ന ജനങ്ങളെ വലിയ പ്രയാസത്തിലാക്കുന്ന ഒരു ഉത്തരവ് കൂടിയാണ്. അത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഈ ഇന്ത്യയിൽ തന്നെ ഒരു ഭാഗത്ത് സംഭവിച്ച ഒരു അപകടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അത്തരം ഒരു ഇടക്കാല ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മന്ത്രി മനസ്സിലാക്കിയത് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. വിധി പൂർണ്ണമായിട്ടും പഠിച്ചിട്ടില്ല, വിധി പൂർണ്ണമായിട്ടും വായിച്ചിട്ടില്ല. നിലവിൽ ലഭിച്ച വിവരമനുസരിച്ച് അത് വലിയ പ്രയാസമുണ്ടാക്കുന്ന ഉത്തരവാണ്. ഒരു തരത്തിലും കേരളം അത് അംഗീകരിക്കില്ല, അതിന്റെ വിയോജിപ്പ് അറിയിക്കും. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് പി.കെ. ബഷീർ പറഞ്ഞു വെക്കുന്നത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായിട്ട് നാളെ നിർണായകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കേരളം എന്ത് തുടർ നീക്കങ്ങൾ നടത്തുമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും കേരളം ഇക്കാര്യത്തിൽ പരിപൂർണമായിട്ടും ഈ ദേശീയ പാതയോരത്ത് താമസിക്കുന്ന പ്രദേശവാസികളോടൊപ്പമാണ്. കാരണം അവർ ഭൂമി വിട്ടുകൊടുത്തത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന രീതിയിൽ ദേശീയപാത മുന്നോട്ട് പോകുന്നത്. പലയിടത്തും ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളതും അവരെ ഉൾപ്പെടെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ ദേശീയപാത കടന്നു പോകുന്ന തീരദേശത്തെ ജനങ്ങളെ ഉൾപ്പെടെ ബാധിക്കുന്ന പ്രശ്നമാണിത്. സ്വാഭാവികമായിട്ടും അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സംസ്ഥാനം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതിനുവേണ്ട തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പി.കെ. ബഷീർ പറഞ്ഞു വെക്കുന്നത്. സുപ്രധാനപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായിട്ട് നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇനി എന്ത് നിലപാട് ഇക്കാര്യത്തിൽ കേരളം സ്വീകരിക്കുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. മധു, ശ്യാം ദേവരാജ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്യാം, സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഈ വിധിക്കെതിരായ ഒരു നീക്കം നടത്താമെന്നുള്ളതാണ് കേരളം വിചാരിക്കുന്നത്. അതിന്റെ നിയമസാധ്യത എത്രയാണ് ശ്യാം? മാധു, കഴിഞ്ഞ ഏപ്രിൽ 13-നാണ് സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിട്ടത്. രാജസ്ഥാനിലെ ഫലോഡി എന്ന സ്ഥലത്ത് നടന്ന ദേശീയപാതയിലെ അപകടവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലായിരുന്നു
സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ഇത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ ഇടക്കാല ഉത്തരവ് നടപ്പാക്കിയതിനു ശേഷം വിജ്ഞാപനം അടക്കം പുറപ്പെടുവിച്ച് അക്കാര്യം അറിയിക്കണമെന്ന കർശനമായ നിർദ്ദേശം നേരത്തെ സുപ്രീം കോടതി നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ ഹർജി സ്വമേധയാ സ്വീകരിച്ച ഹർജി സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുകയുമാണ്. ഈ ഘട്ടത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേകമായ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലീസ് നടപ്പാക്കുമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി സുപ്രീം കോടതിയെ അറിയിക്കുന്നത്. അതേസമയം മറ്റ് കാര്യങ്ങളിൽ മേൽ സത്യവാങ്മൂലം നൽകാൻ ഈ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ സത്യവാങ്മൂലം നൽകാൻ ചീഫ് സെക്രട്ടറി കൂടുതൽ സാവകാശം തേടിയിട്ടുമുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കർമ്മസമിതിയുടെ രൂപീകരണം സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശിച്ചിരുന്നു. അത് ജില്ലാ തലങ്ങളിൽ ജില്ലാ കളക്ടർമാർ അധ്യക്ഷരായി, ഒപ്പം അതത് ജില്ലകളിലെ പോലീസ് മേധാവിമാർ കൂടി ഉൾപ്പെടുന്ന ഒരു സമിതിയാണ്, കർമ്മസമിതിയാണ് നിർദ്ദേശം നൽകിയിരുന്നത്. ഈ കർമ്മസമിതി രൂപീകരിക്കുന്നതിലടക്കം കേരളത്തിന്റെ നിലപാട് അറിയിക്കുകയും ചെയ്യും. പക്ഷേ സംസ്ഥാന പോലീസ് മേധാവി അറിയിക്കുന്ന നിലപാട് എന്നത് ഈ ദേശീയപാതയോരങ്ങളിലെ അപകടങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണോ അത് ആ രീതിയിൽ തന്നെ നടപ്പാക്കും എന്ന കാര്യമാണ് സംസ്ഥാന പോലീസ് മേധാവി അറിയിക്കുന്നത്. മറ്റു കാര്യങ്ങൾ, അതായത് പാതയോരത്ത് നിന്നുള്ള ഈ മീഡിയനിൽ നിന്ന് 45 മീറ്ററാണ് പാർപ്പിടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അനുമതിയുടെ വിലക്ക്. 75 മീറ്റർ വ്യാപാര വാണിജ്യ സമുച്ചയങ്ങൾക്കും വിലക്ക് വരുന്നുണ്ട്. അത്തരം വിലക്കുകളിന്മേൽ സംസ്ഥാന സർക്കാർ നേരത്തെ മന്ത്രി തന്നെ മാനുഷികവശമുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വഴിയോര മേഖലയിൽ ഉണ്ടായിരുന്ന മുഴുവൻ കച്ചവടക്കാരും സംരംഭകരും ഒക്കെ വലിയ പ്രതിസന്ധിയിലാണ്. നമുക്കറിയാവുന്നതാണ്, കൊച്ചി പോലെയുള്ള നഗരങ്ങളിലൊക്കെ വളരെ നന്നായി പ്രവർത്തിച്ചിരുന്ന പല സ്ഥാപനങ്ങൾ ഏതാണ്ട് പൂട്ടി വീണതുപോലെയാണ്. 100 കണക്കിന് പേർക്ക് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ലോൺ എടുത്ത സംരംഭങ്ങൾ തുടങ്ങിയവർ അത് പൂട്ടിപ്പോകുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോവുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ സാഹചര്യം. ഇനി അതിൽ നിർമ്മാണ വിലക്ക് കൂടി വരികയാണെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നത് 100 കണക്കിന് ആളുകളുടെ, 1000 കണക്കിന് ആളുകളുടെ വലിയ ജീവിതവുമായി ബന്ധപ്പെട്ട ചോദ്യവുമായി നിലനിൽക്കുകയും ചെയ്യും എന്നതാണ്.